ഹലോ ഗായ്സ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് കാർ ഹബിലുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ടാറ്റ നെക്സോൺ ആണ്. നെക്സോണിൻ്റെ XT+ വേരിയൻ്റ് ആണ് ഈ വണ്ടി. ഈ XT+ എന്ന് പറയുമ്പോൾ തന്നെ അത് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്, എന്നാൽ നമുക്ക് കയ്യിലൊതുങ്ങുന്ന വിലയ്ക്കുള്ളതാണ്. ഇത് ഓൺ റോഡ് വരുന്നത് ഒരു 11 ലക്ഷം രൂപ വരെ അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ വണ്ടി ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും 8.5 ലക്ഷം രൂപ മാത്രമാണ്. 8.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ടാറ്റ നെക്സോണിൻ്റെ XT+ വേരിയൻറ്റ് സ്വന്തമാക്കാം. പിന്നെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് 2019 മോഡലാണ്, സിംഗിൾ ഓണറാണ്, വെറും 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല, ആക്സിഡൻസും ഇല്ല. അങ്ങനെ നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു ടാറ്റ നെക്സോൺ. പിന്നെ നെക്സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 1.5 ടർബോ ചാർജ് റിവർ ടോർക്ക് എഞ്ചിനാണ് ഈ വണ്ടിയിലുള്ളത്. 110 BHP പവറും 260 ന്യൂട്ടൺ ഓഫ് ടോർക്കും വണ്ടി ജനറേറ്റ് ചെയ്യും. പിന്നെ അടിപൊളി മൈലേജാണ് ഈ വണ്ടി തരുന്നത്. ഡിസൈനിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ DRL യൂണിറ്റ് ഉണ്ട്, LED. പിന്നെ താഴെ ഫോഗ് ലാമ്പ് ഉണ്ട്. അത് അതിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന വൈറ്റും താഴെ കൊടുത്തിരിക്കുന്ന വൈറ്റും മുകളിൽ ഈ കൺപീരി പോലെയുള്ള ബ്ലാക്ക് ക്ലാഡിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഹണിക്കോംബ് ഗ്രില്ല് നെക്സോൺ റേഞ്ച് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ നടുക്കിൽ ടാറ്റയുടെ എംബ്ലം, പിന്നെ മുകളിൽ വൈപ്പേഴ്സ്, അതുപോലെ വാഷർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ലോവർ ലിപ്പും അതെ, പിയാനോ ബ്ലാക്കിലുള്ള ലോവർ ലിപ്പും വളരെ നന്നായിട്ടുണ്ട് ഈ വണ്ടിയുടെ. ഡിസൈൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ ഒരു മനോഹരമായിട്ടുള്ളൊരു വണ്ടിയാണ്, ഒരു കലാസൃഷ്ടി എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 3.9 മീറ്റർ ഓഫ് ലെങ്ത് ഉണ്ട്. പിന്നെ വിക്ത് എന്ന് പറയുന്നത് ഒരു 1.8 മീറ്ററിൻ്റെ വിക്ത്, ഹൈറ്റ് 1.6 മീറ്റർ. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 250 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ 195/60/R16 ആണ്. 16 ഇഞ്ചിൻ്റെ വീലാണ്, അലോയ് വീലല്ല, സ്റ്റീൽ കവറാണ്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിറർ വരുന്നുണ്ട് വിത്ത് ഇൻറ്റിഗ്രേറ്റഡ് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ മുകളിൽ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഫങ്ഷണൽ റൂഫ് റെയിലൊന്നല്ല, എന്നാലും ആ ഒരു സിൽവർ കളറുള്ള റൂഫ് റെയിൽ നന്നായിട്ടുണ്ട്. പിന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ ആ വൈറ്റ് കളറ് അത് മനോഹരമായിട്ടുണ്ട്. അങ്ങനെ പോകുന്നത്. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് 250 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ചില SUV-യേക്കാളും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആട്ടോ ഈ വണ്ടിക്കുള്ളത്. പിന്നെ ബി പില്ലറിലൊക്കെ പിയാനോ ബ്ലാക്ക് കൊടുത്ത് വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ആ ഒരു ഡ്യുവൽ ടോണായിട്ടാണ് പോകുന്നത്, വളരെ രസമായിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇത് ഡീസൽ വണ്ടിയാണ്, ഞാൻ പറഞ്ഞു. ഇത് 40 ലിറ്ററാണ് ഇതിൻ്റെ ഡീസൽ ക്യാരിങ് കപ്പാസിറ്റി. പിന്നെ നമുക്ക് പിന്നോട്ട് വരാണെങ്കിൽ ഈ വണ്ടി അവിടെയും അതെ ഒരു എന്താ പറയുക, ഒരു ട്രിപ്പിൾ ടോൺ എക്സ്റ്റീരിയർ എന്നൊക്കെ പറയണം. വെർമൺ റെഡ് കളറ്, പിന്നെ വൈറ്റിൻ്റെ ഒരു പിയാനോ ബ്ലാക്ക്. പിന്നെ LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഒക്കെ അടക്കം. പിന്നെ നെക്സോണിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടാറ്റയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ XT+ വേരിയൻറ്റിൻ്റെ ആ ഒരു മുകളിൽ വരുമ്പോൾ ആൻറ്റിന, പിന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് വിത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ്. പിന്നെ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നെക്സോൺ ഇന്ത്യ സേഫസ്റ്റ് കാർ, ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് കേട്ടോ ഈ നെക്സോൺ. അപ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പിന്നെ ABS, 2 എയർ ബാഗ്, ഐസോഫിക്സ് ചൈൽഡ് സേഫ്റ്റി മൗണ്ട്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാസീവ് ഗ്രൗണ്ട് ക്ലിയറൻസ്, അത് നമുക്കൊരു സോഫ്റ്റ് ഓഫ് റോഡിങ് ഒക്കെ ഈ വണ്ടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് 4 വീൽ ഡ്രൈവ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം. പിന്നെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് വേണ്ട, 2 പുലികളൊക്കെ പോകുന്നത് ഒരു സഫാരി ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ അത് വളരെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് നോക്കാം. ബൂട്ട് ഉള്ളിൽ നിന്നും തുറക്കാം, പിന്നെ നമുക്ക് കീ വെച്ചിട്ടും തുറക്കാം. പിന്നെ അതൊരു 350 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് നമുക്കുള്ളത്. പിന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ, 2 ഹുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിങ് ഉണ്ട്, അത് മടക്കാം. പിന്നെ മുകളിൽ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായ ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ് ടാറ്റ നെക്സോൺ ഉള്ളത്. പിന്നെ ഇനി നമുക്ക് റിയർ സീറ്റിൽ കയറിയിട്ട് റിയർ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡോറ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഡ്യുവൽ ടോൺ ഡോറാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറും പിന്നെ ഒരു ഗ്രേ കളറും. ട്വീറ്റർ ഉണ്ട്, പിന്നിൽ സ്പീക്കറുണ്ട്,
ഇതിൽ 4 സ്പീക്കറും 4 ട്വീറ്ററും ഉണ്ട്. അടിപൊളി ഹാർമൻ കാർഡൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. ഇവിടെ ഒക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആട്ടോ, സോഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നുമില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, നല്ല രസമാണ്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ്, ഫാബ്രിക് സീറ്റ്സ് ആണ്. പിന്നെ അതിൻ്റെ ഡിസൈനും ഇങ്ങനെ ഡ്യുവൽ ടോണിൽ കൊടുത്തിട്ടുള്ള സീറ്റും വളരെ രസമായിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ കയറിയിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മുന്നിലുള്ള സീറ്റ് ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് പരമാവധി പിന്നോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നാലും അപ്പോഴും ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, മാഗസിൻ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ റിയർ AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്യാബിൻ പെട്ടെന്ന് തണുത്തോളും, റിയർ AC വെൻറ്റ് ഉള്ള കാരണം. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്, ഹുക്ക് ഉണ്ട്. പിന്നെ പില്ലറിൽ ഗ്രോസറി ബാഗ് കൊളുത്താൻ അവിടെയും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ പിന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെക്സോണിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഡിസൈൻ, വേണ്ട എല്ലാ അത്യാവശ്യ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ നല്ല മാറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, ഒരു കംഫർട്ട് തരുന്ന ഒരു റിയർ ക്യാബിനാണ് ടാറ്റ നെക്സോണിനുള്ളത്. ഇനി ഫ്രണ്ടിലെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ടിലെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഡോറാണ് വരുന്നത്. പിന്നെ ഇത് ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ടായിട്ട് നമ്മൾ നോക്കുമ്പോൾ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഇല്ല. പക്ഷേ നമുക്ക് വിൻഡോ ഒക്കെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാം. പിന്നെ ഇവിടെ അതെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു സ്പീക്കർ, പിന്നെ അംബ്രല കുട വയ്ക്കാൻ ഒരു പ്രത്യേക അറ, അതുപോലെ തന്നെ ബോട്ടിൽ വയ്ക്കാനായിട്ട് വേറെ അറ. അതൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, തെറ്റുണ്ടാകുന്ന വെച്ചിട്ടിരിക്കും. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ഷെയ്ഡിലുള്ള സീറ്റ് ഡിസൈൻ അത് നന്നായിട്ടുണ്ട്. പിന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇലക്ട്രിക്കലി ഒന്നുമല്ല, അത് ഈ വേരിയൻ്റ് ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ഒന്നുമല്ലല്ലോ, അവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള പോയിൻ്റുകൾ. ഇനി നമ്മുടെ ഈ കീ ഹോളിന് ചുറ്റും ഇലിമിനേറ്റഡ് കീ ഹോളാട്ടോ. നമുക്ക് രാത്രി എവിടെയാണ് ഇനി കീ കൊണ്ട് കയറ്റേണ്ടത് എന്ന് അറിയാണ്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇലിമിനേറ്റഡ് കീ ഹോളാണ്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഓഡിയോ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്ത് വോയിസ് കമാൻഡിൻ്റെ ബ്ലൂടൂത്ത് ടെലിഫോണിക് കമാൻഡ് ഒക്കെയാണ്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻജിൻ നോയ്സ് ഒന്നുമില്ല കേട്ടോ. ക്യാബിനിലേക്ക് ഇങ്ങനെ കാര്യമായിട്ടുള്ള എൻജിൻ നോയ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ നോബ്സ് ഒക്കെയാണ്. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതിൽ നടുക്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്, കണക്ട് നെസ്റ്റ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ബൈ ഹാർമൻ കാർഡൻ. ഓക്കെ, അപ്പോൾ അവരുടെ സിസ്റ്റമാണ്. അതിൽ 4 സ്പീക്കർ 4 ട്വിറ്റർ അടങ്ങുന്ന ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റം അടക്കമാണ് വരുന്നത്. പിന്നെ ഇത് AC മാനുവൽ AC ആണ് നമുക്ക് വരുന്നത്. ഈ നോബുകൾ വെച്ചിട്ട് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ടാറ്റയുടെ സ്മാർട്ട് കണക്റ്റ് ആപ്പ് വഴിയും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് AC സ്വിച്ചുകൾ, ഹീറ്റിംഗ് ഫങ്ഷൻ അടക്കം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2 വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിലറി പോർട്ടും പിന്നെ USB പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതിൻ്റെ ഗിയറാണ്. ഓക്കെ, പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ 3 ഡ്രൈവ് മോഡ്സ് ആണുള്ളത്. ഒരു ഇക്കോ മോഡ് ഉണ്ട്, ഒരു സ്പോർട്ട് മോഡ് ഉണ്ട്, ഒരു സിറ്റി മോഡ് ഉണ്ട്. അപ്പോൾ എക്കണോമിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ, 20 മേലൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഹാൻഡ് ബ്രേക്ക്, കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ആവാമായിരുന്നു. പിന്നെ ഈ ട്രിം മോഡലായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞൊരു മാസീവ് ഗ്ലോ ബോക്സാണ്, അതും കൂൾഡ് ഗ്ലോ ബോക്സാണ്. പിന്നെ ഇതിൽ കപ്പ് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മൊത്തം ഒരു ട്രിപ്പിൾ കളർ കോമ്പിനേഷനാണ്, അത് നല്ല രസമായിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയൊരു സ്മാർട്ട് പോയിൻ്റ് ഉണ്ട്, അതായത് ഗ്രോസറി ബാഗൊക്കെ കൊളുത്തിടാൻ പറ്റുന്ന ചെറിയൊരു ഹുക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വാനിറ്റി മിറർ ഇല്ല, ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, സൺവൈസറിൽ അവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ, ഹുക്ക് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൺഗ്ലാസ് വെക്കാനുള്ള ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ. പിന്നെ ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ഏരിയ ആണ്, മികച്ച എന്താ പറയുക വിസിബിലിറ്റിക്കാണ്. അപ്പോൾ ഇത്രയാണ് ടാറ്റ നെക്സോണിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു.